ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പോട്ടിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ, പ്രാരംഭ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് മാർക്ക് വാങ്ങാനുള്ള മുഴുവൻ ടെക്നിക്കുകളും തന്ത്രങ്ങളും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പയറ്റുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അറിയാത്ത, ഈ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത നിങ്ങളെ ചങ്ക് കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ഒക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഉറപ്പായിട്ടും നമുക്ക് ഈ ചാപ്റ്റർ നമുക്കറിയാം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫുൾ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിലാദ്യമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളതാണ്. അതായത് ചില പ്രവർത്തനങ്ങൾ, ചില കെമിക്കൽ റിയാക്ഷൻസുകൾ ഇലക്ട്രിസിറ്റി മൂലമാണ് നടക്കുന്നത്, അല്ലെ? അപ്പോ ഇലക്ട്രിസിറ്റി കൊണ്ട് ചില രാസപ്രവർത്തനങ്ങൾ നടത്തുകയും രാസപ്രവർത്തനങ്ങളിലൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയും ചെയ്യാം, അല്ലെ? ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ചില കെമിക്കൽ റിയാക്ഷൻസുകൾ നടത്തുക, അതേപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റിസൾട്ട് ആയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. ഇനി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഫലമായിട്ട് വൈദ്യുതി ഉണ്ടാകുന്നു, അല്ലെ? ഇനി നമുക്ക് വൈദ്യുതി ഉപയോഗിച്ചിട്ട് രാസപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാം. അങ്ങനെ ഉള്ള ഒരു പരിപാടികൾ, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അതിനെയാണ് ശരിക്കും നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ വൈദ്യുത രസതന്ത്രം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, അല്ലെ? അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ഈ ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണമെങ്കിലും റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ട്, അല്ലെ? അപ്പൊ ഇതിന് നമ്മൾ കൃത്യമായിട്ട് പാട്ടൊക്കെ പാടി പഠിച്ചിട്ടുണ്ട്, അല്ലെ? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അതേപോലെ തന്നെ അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ പോകുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ ഏറ്റവും ഉയരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റിലുള്ള ആള് പൊട്ടാസ്യമാണ്, അല്ലെ? ഞാൻ ഇതിന്റെ സിമ്പലുകളല്ല കേട്ടോ എഴുതി, അതായത് ഓരോ എലമെന്റ്സുകളും ഓരോ മൂലകങ്ങളും എഴുതുന്നതിന്റെ ആദ്യ ലെറ്ററുകളാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വരുന്നത് പൊട്ടാസ്യവും ലാസ്റ്റ് വരുന്നത് ഗോൾഡുമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്, ക്രിയാശീലത ഉള്ളത് പൊട്ടാസ്യത്തിനും ഏറ്റവും കുറവുള്ളത് ഗോൾഡ് അഥവാ സ്വർണത്തിനുമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഒരു മിനിറ്റോടെ അങ്ങോട്ട് പഠിച്ചു വെക്കണം. ഇത് ഓർഡർ തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും എന്താണ് റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലത കുറയുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള അതായത് ഓക്സിജനുമായിട്ടോ ജലവുമായിട്ടോ ആസിഡുമായിട്ടോ പ്രവർത്തിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ്. ഏറ്റവും കൂടുതൽ കഴിവുള്ളത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള ചങ്ങായിമാർക്കൊക്കെയാണ്. അതിന്റെ അടിയിലേക്ക് പോകും തോറും എന്താണ് വളരെ കുറവ് ആളുകളാണ്, അല്ലെങ്കിൽ കുറവ് റിയാക്ടിവിറ്റി ഉള്ള ആളുകളാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഒറ്റ പ്രാവശ്യം കൂടി പാടിക്കഴിഞ്ഞാൽ എന്താണ് ആ പാട്ടെന്താണ്? പൊസോകാമ അൽസിനിട്ടിലെ ഹൈക്കോ മെസ്സിഗോ, പൊസോകാമ അൽസിനിട്ടിലെ ഹൈക്കോ മെസ്സിഗോ എന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിലെ മിക്ക കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഓർഡർ അറിയണം. അപ്പൊ അത് നിങ്ങളോട് ചോദിക്കും, ചിലപ്പോൾ 1 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കും എന്താണ് ആ ചോദ്യം എന്നറിയോ. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും കോപ്പർ തരും, അതേപോലെ തന്നെ പൊട്ടാസ്യം തരും, അതേപോലെ തന്നെ മഗ്നീഷ്യം തരും, അതേപോലെ തന്നെ ഗോൾഡ് തരും. അപ്പൊ ഇതിന് റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഇതിനൊന്ന് ഓർഡർ ആക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചങ്ങായിനെ ആഡ് ചെയ്യണം, അല്ലെ? ആദ്യം വരെ ഏതാണ്? ആദ്യം വരെ പൊട്ടാസ്യമാണ്, അല്ലെ? പൊട്ടാസ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, പിന്നെ രണ്ടാമത് നമുക്ക് പൊട്ടാസ്യം എഴുതി പിന്നെ മഗ്നീഷ്യം വരും, അല്ലെ? അങ്ങനെ വന്നിട്ട് പിന്നെ വരിക കോപ്പർ ആണ്, പിന്നെ വരിക ഗോൾഡ് ആണ്. ഗോൾഡ് എന്തായാലും ലാസ്റ്റേ വരും. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ കഴിയണം. ഈ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. ഇത് മാത്രമാണോ? അല്ല. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 2 സെല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. ഗാൽവാനിക് സെല്ലും ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോലിറ്റിക് സെല്ലും ഉണ്ട്. ഗാൽവാനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും. അപ്പൊ എന്താണ് സാറേ ഗാൽവാനിക് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഗാൽവാനിക് സെൽ, ഞാൻ ആദ്യം പറഞ്ഞു ഈ ചാപ്റ്ററിന്റെ അർത്ഥം, ഇലക്ട്രോ കെമിസ്ട്രി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുക, കെമിക്കൽ റിയാക്ഷനിലൂടെ എന്ത് ചെയ്യാം?
ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതും കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇലക്ട്രോ കെമിസ്ട്രി പറയുന്നത്. അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിലോ രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉണ്ടാക്കുക, വൈദ്യുതി ഉപയോഗിച്ചിട്ട് രാസപ്രവർത്തനം നടത്തുക, ഇതൊക്കെയാണ് വൈദ്യുതി രസതന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അതിൽ ആദ്യ ഘട്ടമാണ് നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ഗാൽവാനിക് സെൽ നമുക്ക് പഠിക്കേണ്ടത്? എന്താണ് ഗാൽവാനിക് സെൽ പഠിക്കേണ്ടത്? എന്താണ് ഗാൽവാനിക് സെല്ലിന്റെ ഊർജ്ജമാറ്റം അല്ലെങ്കിൽ എനർജി കൺവേർഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരു മാർക്കും നമ്മളോട് ചോദിക്കുന്നതാണ്. എന്താണ്? പഠിച്ചു വെച്ചോളാ. കെമിക്കൽ എനർജിയെ പഠിച്ചു വെച്ചോണേ. കെമിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു മക്കളെ? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പരിപാടിയാണ്. ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. അഥവാ രാസോർജത്തിനെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. അല്ലേ മക്കളെ? നോക്കടാ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ എന്താ നടക്കുക? ചില രാസപ്രവർത്തനങ്ങൾ നടക്കും. രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് അതിന്റെ അകത്തുനിന്ന് എന്തുണ്ടാക്കും? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. മനസ്സിലായോ? രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അതാണ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അല്ലെ? രാസോർജത്തിനെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അപ്പൊ ഇതിന്റെ അത് വൈദ്യുതിയാണ് ഉണ്ടാവുക. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഗാൽവാനിക് സെല്ലിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ബീക്കറുകളിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരാളാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഗാൽവാനിക് സെല്ലിലാണ് സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള ആളെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുന്നത്, ഇപ്പുറത്തുള്ള ആളെയാണ് കാഥോഡ് എന്ന് പറയുന്നത്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് പോസിറ്റീവുമാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗാൽവാനിക് സെല്ലിനെ പറ്റിയുള്ള ഒരു ഐഡിയമായി. ഒരു കാരണവശാലും ഈ ഒരു കാര്യം മറന്നു പോരുത്. 1 മാർക്കിന് നമ്മളോട് ചോദിക്കാറുണ്ട് ഗാൽവാനിക് സെല്ലിലെ ഊർജ്ജ മാറ്റം അല്ലെങ്കിൽ എനർജി കൺവേർഷൻ എന്താണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. അല്ലെ? അതേപോലെ തന്നെ ഈ ചാർജുകൾ ഒന്നും മറന്നു. ആനോഡിന്റെ നെഗറ്റീവ് ചാർജും കാഥോഡിന്റെ പോസിറ്റീവ് ചാർജുമാണ്. വീണ്ടും ഞാൻ പറയാണ് ഗാൽവാനിക് സെല്ലാണ്. അങ്ങനെ നമ്മൾ അടുത്ത സെല്ലിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രോലിറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെല്ലിലേക്ക് പോവുകയാണ്. അപ്പൊ നേരത്തെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. അല്ലെ? എന്താണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു മക്കളെ? കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. അല്ലെ? വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റുന്നു മക്കളെ? രാസോർജമാക്കി മാറ്റുന്നു. അല്ലെ? അപ്പൊ നേരത്തെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് നടക്കുന്നു? വൈദ്യുതി ഉപയോഗിച്ചിട്ട് രാസപ്രവർത്തനം നടത്തുകയാണ്. അല്ലെ? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ്. അല്ലെ? അപ്പൊ ഇത് ഓർത്ത് വെക്കാനുള്ള വഴികളാണ്. ഇപ്പൊ ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ ആണ്. സോ ഇ സ്റ്റാർട്ട് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇലക്ട്രോലിറ്റിക് സെൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ ആക്കുന്നു. ഇനി മലയാളത്തിലാണെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെൽ, വൈദ്യുതി എടുത്തോളി, വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോ ആ ഒരു ഹെഡിങ് തന്നെ അതിന്റെ അകത്തുള്ള ഡെഫിനിഷൻ നമുക്ക് എഴുതാൻ കഴിയും. ഇനി നേരത്തേതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ 1 ബീക്കറേ ഉള്ളൂ. അല്ലെ? നേരത്തെ 2 ബീക്കറിലായിട്ടാണ് നമ്മൾ 2 ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചതെങ്കിൽ ഇവിടെ 1 ബീക്കറിനകത്ത് 2 ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആനോഡ് ഇതാണ്, കാഥോഡ് ഇതാണ്. വലിയ മാറ്റമൊന്നുമില്ല, രണ്ടിലും സെയിം തന്നെ. പക്ഷെ ഇവിടെ ചാർജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആനോഡിന്റെ അകത്ത് പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ കാഥോഡിന്റെ അകത്ത് നെഗറ്റീവ് ചാർജുമാണ് നമ്മൾ പഠിച്ചു വെക്കണം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഗാൽവാനിക് സെല്ല്, എന്താണ് ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം. അല്ലെ? നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ ആക്കുന്നു, അഥവാ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. അല്ലെ? എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കെമിക്കൽ എനർജി, അഥവാ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ശരിയല്ലേ മക്കളെ? ഇവിടെ 2 ബീക്കറുകൾ കാണാൻ നോക്കുക. ഇവിടെ 1 ബീക്കറെ കാണൂ. ഇവിടെ എന്തുണ്ട് മക്കളെ? സാൾട്ട് ബ്രിഡ്ജ് എന്നൊരു ചങ്ങായി ഉണ്ട്. അല്ലെ? സാൾട്ട് ബ്രിഡ്ജ് 2 ബീക്കറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചങ്ങായി ഉണ്ട്. സാൾട്ട് ബ്രിഡ്ജ് എന്നാണ് പറയുക ഗാൽവാനിക് സെല്ലിൽ. ഇവിടെ സാൾട്ട് ബ്രിഡ്ജ് ഇല്ല. ഇനി ആനോഡിന്റെ ചാർജിൽ വ്യത്യാസം എന്താ? ഇവിടെ ആനോഡ് നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണ്. അല്ലെ മക്കളെ? അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. പല കുട്ടികൾക്ക് എന്താണ് ഈ ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയില്ല. എല്ലാം ഒരേപോലെ അങ്ങ് പഠിച്ചു വെക്കും. അങ്ങനെയല്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. റെഡി? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോളിസിസ് ആണ്. 2 ഇലക്ട്രോളിസിസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് 2 ഇലക്ട്രോളിസിസ് ആണ്. അതിനു മുമ്പേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഗാൽവാനിക് സെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്, കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്.
യെസ് മക്കളെ, അപ്പൊ ഗാൽവാനിക് സെല്ലും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ലും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ആനോഡിൽ എപ്പോഴും നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. പഠിച്ചോണേ, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. പഠിച്ചോളണം മക്കള്. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാന്നറിയോ? ദാറ്റ് ഈസ് നോൺ ആസ് റിഡക്ഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. റിഡക്ഷൻ അഥവാ ഇതിനെയാണ് നമ്മൾ നിരോക്സീകരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പഠിച്ചോളെ. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിനെ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്നും കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് വിളിക്കുന്നു. ആനോഡിന്റെ ചാർജ് എന്തോ ആയിക്കൊള്ളട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, ആനോഡാണോ അവിടെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം നടക്കൂ, കാഥോഡ് ആണെങ്കിൽ അവിടെ റിഡക്ഷൻ നടക്കൂ. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിപ്പറയുന്ന പരിപാടിയാണ്. ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒറ്റ രാസപ്രവർത്തനത്തിൽ, ഒറ്റ കെമിക്കൽ റിയാക്ഷൻസിൽ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. പഠിച്ചോളെ, റിഡോക്സ് എന്നാണ് നമ്മൾ വിളിക്കുക. റിഡോക്സ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗാൽവാനിക് സെല്ലിലെ എന്താണ് ഗാൽവാനിക് സെൽ ഉണ്ടാക്കാനുണ്ട്, അതുപോലെ തന്നെ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എഴുതാനുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അതായത് പഠിച്ചു നോക്കുക, ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റിഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ, റെഡി ആണല്ലോ? ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് ഇലക്ട്രോളിസിസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് വൈദ്യുത വിശ്ലേഷണമാണ്. അത് ഏത് സെല്ലിലാണ് നടക്കുക? ഇലക്ട്രോലിറ്റിക് സെല്ലിലാണ് നടക്കുക. എപ്പോഴും മനസ്സിലാക്കുക, ഇലക്ട്രോളിസിസ് നടക്കുന്നത് ഏത് സെല്ലിലാണ്? ഇലക്ട്രോലിറ്റിക് സെല്ലിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗാൽവാനിക് സെല്ലിലല്ല നടക്കുക, ഇലക്ട്രോലിറ്റിക് സെൽ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലിലാണ് നടക്കുക. അപ്പൊ രണ്ട് ടൈപ്പ് ഇലക്ട്രോളിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മോൾട്ടൺ NaCl അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണവും, അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. അല്ല സാറേ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉപ്പ് എടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ചേർന്നിട്ട് ഒരു ഉപ്പ് കലർന്നൊരു വെള്ളമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഉപ്പിനകത്തുള്ള വെള്ളം തന്നെ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് നിറയും. ഇതിനെയാണ് ഉരുകിയ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്, അതായത് മോൾട്ടൺ NaCl. എന്നാൽ രണ്ടാമത്തേലേക്ക് വരുമ്പോൾ NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉപ്പ് വെള്ളം അല്ലെ. നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുന്നു, അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം വരുന്നു. ഇതിനാണ് NaCl സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഇതും തമ്മിൽ വ്യത്യാസം എന്താ? ഇതിൽ വെള്ളം ഓൾറെഡി അതിൻ്റെ അകത്ത് ഉപ്പിന്റെ അകത്തുള്ള വെള്ളം തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നു എന്നുള്ള വ്യത്യാസമാണ്. മറ്റേ വെള്ളം ചേർക്കുന്നില്ല, ഇത് വെള്ളം ചേർക്കുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ് സാറേ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl ആനോഡിൽ ആരുണ്ടാകുന്നു, കാഥോഡിൽ ആരുണ്ടാകുന്നു, അതിന്റെ റിയാക്ഷൻസുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇതൊക്കെ പഠിക്കാനുള്ള ട്രിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലൊരു സംശയം വേണ്ട. എപ്പോ എങ്ങനെയെന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ ആനോഡിൽ ആരുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകുന്നു സാറേ എന്ന് പറയണം. ഇനി കാഥോഡിൽ ആരുണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഉണ്ടാകുന്നു. ഇത് 1 മാർക്കിനും 2 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കും. ഇത് മാത്രമല്ല ചോദിക്കുക, ഇതിന്റെ ഇക്വേഷനും കൂടി ചോദിക്കും. ഏതില്? മോൾട്ടൺ NaClന്റെ കാര്യം കേട്ടോ. അപ്പൊ പറഞ്ഞ് ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് NaCl സൊല്യൂഷൻ, ഉരുകിയതല്ല, NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ് കേട്ടോ. NaCl ലായനിയാണ്. NaCl സൊല്യൂഷൻ അഥവാ NaCl ലായനി, രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് മോൾട്ടൺ NaCl അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സോഡിയം ക്ലോറൈഡ് ലായനി NaCl സൊല്യൂഷൻ്റെത്. അതിൽ ആനോഡിൽ ആരുണ്ടാകുന്നു, കാഥോഡിൽ ആരുണ്ടാകുന്നു പഠിക്കണം. നേരത്തെ നമ്മൾ ആനോഡിൽ ആരാ പഠിച്ചത്? ക്ലോറിൻ ആണ്. ഇതേ ചങ്ങായി തന്നെയാണ് ഇവിടെ ഉണ്ടാകുക, ക്ലോറിൻ. പക്ഷെ കാഥോഡിൽ ഇവിടെ ആരുണ്ടാവുക? സോഡിയം ആണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക. ഇതൊരൊറ്റ വ്യത്യാസം. അപ്പോ മോൾട്ടൺ NaCl അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ സോഡിയം. എന്നാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അഥവാ NaCl ലായനീന വൈദ്യുത വിശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ അവിടെ ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ ഹൈഡ്രജനുമാണ് ഉണ്ടാകുക. രണ്ടിനകത്തും ആനോഡിൽ ഉണ്ടാകുന്ന ആള് സെയിം അല്ലെ. ആനോഡിൽ ഇവിടെയും ക്ലോറിൻ ആണ്, അതേപോലെ തന്നെ ആനോഡിൽ ഇവിടെയും ക്ലോറിൻ ആണ്. പക്ഷെ കാഥോഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ കാഥോഡിൽ സോഡിയമാണ്, മറ്റോടത്തിൽ ഹൈഡ്രജനുമാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? കൃത്യമായിട്ട് പഠിച്ചുക. ഇതിന്റെ റിയാക്ഷൻസുകൾ അടക്കം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ഇലക്ട്രോളിസിന്റെ കുറച്ച് ഉപകാരങ്ങളൊക്കെ എന്തൊക്കെയാണ്, യൂസസുകൾ എന്ന് പഠിക്കാനുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണം, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, അലോഹ നിർമ്മാണം,
ഇലക്ട്രോപ്ലേറ്റിംഗ് വൈദ്യുത ലേപനം, അതേപോലെ തന്നെ റിഫൈനിങ് ഓഫ് മെറ്റൽ ലോഹ ശുദ്ധീകരണം, ഈ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ യൂസസുകൾ. അപ്പൊ അതിൽ എടുത്തു പഠിക്കാനുള്ള ഒരു സാധനമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. കേട്ടോ, ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്നാണ് പറയാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് 2, 3, 4 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യം വരുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ്. എന്താണ് ഇതിന്റെ അകത്ത് ചോദിക്കാന്നറിയോ? നമുക്കൊരു സാധനം തരും, ആ സാധനത്തിനകത്ത് ആനോഡ് ഏത് കാഥോഡ് ഏത് ഇലക്ട്രോലൈറ്റ് ഏതും ചോദിക്കും. ഇതാണ് നമ്മളോട് സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇപ്പോ എന്താണ് ഒരു ഇരുമ്പ് വള, ഇതൊരു ഇരുമ്പ് വളയാണ്. ഇതിന്റെ മുകളിൽ നമുക്ക് സിൽവർ അഥവാ വെള്ളി പൂശണം എന്ന് വിചാരിക്കാം. വെള്ളി പൂശണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആനോഡായിട്ട് എടുക്കുന്നത് ആരാണ്, കാഥോഡായിട്ട് എടുക്കുന്നത് ആരാണ്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് ആരാണ്? ഇതാണ് ചോദ്യം വരിക. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇരുമ്പിന്റെ അയൺ റിംഗ് ആണ്, അല്ലെങ്കിൽ അയൺ ബാങ്കിൾ, അല്ലെങ്കിൽ ഇരുമ്പ് മോതിരോ വളയോ എന്താ ചെയ്തോളി. എടാ, ഇരുമ്പ് വള അല്ലെങ്കിൽ ഇരുമ്പ് മോതിരം, കടക്കട്ട ഇരുമ്പ് മോതിരം അല്ലെ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പൂശണം? സിൽവർ പൂശണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ആനോഡ് ആര്, കാഥോഡ് അത് ഇലക്ട്രോലൈറ്റ് ആയത്. ഇപ്പൊ എന്തുകൊണ്ടാണോ പൂശുന്നത്, എന്തുകൊണ്ടാണോ ആനോഡ് അല്ലെ, എന്തുകൊണ്ടാണോ പൂശുന്നത് അത് ആനോഡ്. എന്തുകൊണ്ടാണോ ആനോഡ് അല്ലെ, എന്തുകൊണ്ടാണോ ആനോഡ്, എന്തുകൊണ്ടാണോ പൂശുന്നത് അത് ആനോഡ്. എന്തുകൊണ്ടാണ് പൂശുന്നത് മക്കളെ, എന്തുകൊണ്ടാണ് പൂശുന്നത് മക്കളെ? സിൽവർ. കണ്ടോ, സിൽവർ ആണ് ആനോഡായിട്ട് വരിക. ഇനി ഏതിന്റെ മുകളിലാണോ പൂശുന്നത് അത് കാഥോഡ് ആയിട്ട് വരും. ഏതിന്റെ മുകളിലാണ് പൂശുന്നത്? ഇരുമ്പിന്റെ റിങ്ങിന്റെ മുകളിൽ അല്ലെ, അയൺ റിങ് അല്ലെങ്കിൽ മോതിരത്തിന്റെ മുകളിലാണ് പൂശുന്നത്. മനസ്സിലായോ? എടാ മക്കളെ, ആനോഡ് കിട്ടിക്കഴിഞ്ഞാൽ കാഥോഡ് ഈസിയാണ്. അപ്പൊ എന്തുകൊണ്ടാണോ പൂശുന്നത് എന്തുകൊണ്ടാണോ പൂശുന്നത് അത് ആനോഡ്. ഏതിന്റെ മുകളിലാണോ പൂശുന്നത് അത് കാഥോഡ്. അല്ല സാറേ, അപ്പൊ ഇലക്ട്രോലൈറ്റോ? ഈ ആനോഡ് ആരാ എടുത്ത്? സിൽവർ അല്ലേ. ആനോഡിന് തുല്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ആനോഡ് ആരാ? സിൽവർ. അപ്പൊ സിൽവർ വരുമ്പോ സിൽവർ നൈട്രേറ്റ്. കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആനോഡ് ആരാണോ അയാൾക്ക് തുല്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. അല്ലാണ്ട് കാഥോഡ് നോക്കിയിട്ടല്ല നമ്മൾ ഇലക്ട്രോലൈറ്റ് തീരുമാനിക്കുന്നത്, ആനോഡ് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ആനോഡ് സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സിൽവർ സയനൈഡിന്റെയും അതേപോലെ തന്നെ നമുക്ക് സോഡിയം സയനൈഡിന്റെയും ഒരു മിക്സർ നമുക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. കേട്ടോ, അതായത് സോഡിയം സയനൈഡും സിൽവർ സയനൈഡിന്റെയും ഒരു മിക്സർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഉപയോഗിക്കാം. മറന്നുപോരെ, സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള പഠിച്ചേക്കാം. സിൽവർ നൈട്രേറ്റ് ആകുമ്പോൾ 1 എഴുതിയാൽ മതി, മറ്റാകുമ്പോൾ 2 എഴുതണം. കേട്ടോ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പൊ ഏതൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ അകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും റിഡോക്സ് ഒക്കെ എഴുതാം എന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ പറയും, ലൈവിൽ പറയും. എവിടെ പറയും മക്കളെ? ലൈവിൽ പറയും. അടിപൊളിയായിട്ട് നമ്മൾ ഒരു കിടുക്കാച്ചി കോഡുണ്ട്. അയ്യോ എളേമേ എലി എന്ന് പറഞ്ഞ ഒറ്റ കോഡ് ഓർത്താൽ മതി. എലി നേരാ, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഒരു പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ലൈവിലൊക്കെ പറഞ്ഞാണ്. എന്നാലും ശരി, നമ്മൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്ത്? എളേമേ അയ്യോ എലി എന്നങ്ങോട്ട് പറഞ്ഞ് 2 പ്രാവശ്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ നമുക്ക് എഴുതാൻ കഴിയും. അതെങ്ങനെയാ എന്നുള്ളതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഒരിക്കൽ കൂടി പറയാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ട്രിക്കുകളും ഷോർട്ടുകളുമായിട്ട് നമ്മുടെ ലൈവുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ മാത്രം പോരാ, നിങ്ങളെ കൂട്ടുകാരെയും ഒക്കെ വിളിച്ചു വരിക. അടിപൊളിയായിട്ട് ഈ വർഷത്തെ കെമിസ്ട്രി, ഈ വർഷത്തെ ക്രിസ്മസ് കെമിസ്ട്രി നമ്മൾ പൊളിച്ചടക്കിയിരിക്കും. വീണ്ടും കാണാം മക്കളെ, ഗുഡ് ബൈ.